നമസ്കാരം. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഗതകാല സ്മരണകളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടിയെത്തുന്നു. ചൊവ്വാഴ്ച അത്തം. ഇനി മലയാളികൾ ഓണത്തിരക്കിലേക്ക്. മണ്ണാർക്കാട് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ തിരിച്ചു കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ ജനകീയ ചർച്ചയും ഒപ്പുശേഖരണവും നടത്തി. സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഹരിത രാഷ്ട്രീയം ആത്മാർത്ഥമാണെങ്കിൽ എൻഡോസൾഫാന്റെ കാര്യത്തിലും നടപടി ഉണ്ടാവണമെന്ന് VS സുനിൽകുമാർ MLA. ഗ്ലാസ് മ്യൂസിയത്തോടെ നിളാതട പൈതൃക ടൂറിസം പദ്ധതിക്ക് തുടക്കമാവുന്നു. പദ്ധതി നടപ്പാക്കുന്നത് വെള്ളിയാങ്കല്ലിലെ 20 ഏക്കറോളം സ്ഥലത്ത്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെയും സഹായം തേടും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കിയ ഡിസ്ട്രിക്ട് പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ്. പുതിയ നിർദ്ദേശങ്ങൾ ഗുണഭോക്താവിന് കൂടുതൽ ചിലവ് ഉണ്ടാക്കുന്നതെന്നും ഭാരവാഹികൾ. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. റോഡ് വീതി കൂട്ടും. പ്രധാന ടൗണുകളും നവീകരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടിയെത്തുന്നു. ചൊവ്വാഴ്ച അത്തം ആഘോഷിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി അത്തം കഴിഞ്ഞ് 9ാം ദിവസമാണ് ഇത്തവണ തിരുവോണം. ആഹ്ലാദാരവങ്ങളൊരുക്കി വീണ്ടും ഒരു ഓണക്കാലം കൂടി എത്തുകയാണ്. പുതുവസ്ത്രങ്ങളും പൂക്കളവും ഒരുക്കി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കാർന്ന ദിവസങ്ങളാകും മലയാളിക്കിനി. വിവിധ വർണ്ണത്തിലുള്ള പൂക്കളും ഇലകളുമായി മാവേലി മന്നനെ വരവേൽക്കാൻ പ്രകൃതിയും തയ്യാറെടുത്തു കഴിഞ്ഞു. അത്തം മുതൽ മുറ്റത്ത് ചാണകം മെഴുകി പൂക്കളമൊരുക്കും. വിവിധ നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ശേഖരിച്ച് പൂക്കളങ്ങൾ ഒരുക്കാനുള്ള തിരക്കാർന്ന പ്രഭാതങ്ങളാകും കൊച്ചുകുട്ടികൾക്കിനി. പതിവിൽ നിന്നും വ്യത്യസ്തമായി അത്തം കഴിഞ്ഞ് 9ാം ദിവസമാണ് ഇത്തവണ തിരുവോണം. നക്ഷത്രങ്ങളുടെ കയറ്റിറക്കം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ജ്യോതിഷ പണ്ഡിതർ പറയുന്നത്. 24 വർഷങ്ങൾ കഴിയുമ്പോൾ അത്തം കഴിഞ്ഞ് 9ാം ദിവസവും 48 വർഷത്തിനൊരിക്കൽ 8ാം ദിവസവും തിരുവോണം വരുമത്രേ. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരലിന്റെയും സന്തോഷം പങ്കുവയ്ക്കലിന്റെയും കൂടി വേദിയാണ് ഓണം. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കിക്കൊണ്ട് ഓണാഘോഷം മഴയിൽ കുതിരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പ്ലാസ്റ്റിക് പൂക്കളും ഓർഡർ അനുസരിച്ച് വീട്ടിലെത്തുന്ന ഓണസദ്യയും മലയാളിയുടെ തിരക്കേറിയ ജീവിതത്തിലേക്ക് നടന്നു കയറിയെങ്കിലും തുമ്പയുടെയും മുക്കുറ്റിയുടെയും തൂശനിലയിൽ വിളമ്പുന്ന ഓണസദ്യയുടെയുമെല്ലാം സുഗന്ധം ഓണക്കാലത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ മലയാളി ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തേക്ക് ഒരിക്കലെങ്കിലും പോയി വരാൻ. സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഹരിത രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എൻഡോസൾഫാന്റെ കാര്യത്തിലും നടപടി ഉണ്ടാവണമെന്ന് VS സുനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് ചേറുംകുളത്ത് CPI സംഘടിപ്പിച്ച പൊതുചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഹരിത രാഷ്ട്രീയത്തിന്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ ഹരിത രാഷ്ട്രീയം സത്യസന്ധമായിട്ടാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചില ആളെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ചാണ് CPI തെങ്കര ലോക്കൽ കമ്മിറ്റി തത്തേങ്ങനം പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കൊണ്ടുവന്നിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ചർച്ച സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിക്കും കൃഷിവകുപ്പ് മന്ത്രിക്കും കൈമാറുന്നതിന് എൻഡോസൾഫാൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഭീമഹർജിയും ചടങ്ങിൽ VS സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി P ശിവദാസനിൽ നിന്നും ഏറ്റുവാങ്ങി. വാർഡംഗം ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ബേബി, AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാലോട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലാസ് മ്യൂസിയത്തോടെ നിളാതട പൈതൃക ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമാവുന്നു. തൃത്താല ഭാരതപ്പുഴ വെള്ളിയാങ്കല്ല് കടവിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഗ്ലാസ് മ്യൂസിയം സ്ഥാപിക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച ജില്ലാ കലക്ടറും വ്യക്തമാക്കിയിരുന്നു. പട്ടാമ്പിൽ നിന്നുള്ള റിപ്പോർട്ട്. നിള പൈതൃകവും സാംസ്കാരിക ചരിത്രവും പുതുതലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് തൃത്താല വെള്ളിയാങ്കല്ല് കേന്ദ്രീകരിച്ച് നിളാതട പൈതൃക ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെയാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ നിള ഗ്ലാസ് മ്യൂസിയമാണ് സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള സ്ഥലപരിശോധന കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു.
മ്യൂസിയം ആൻഡ് സ്യൂ ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടർക്കൊപ്പം സ്ഥലം സന്ദർശിച്ചിരുന്നു. വി ടി ബലറാം MLA മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്ലാസ് മ്യൂസിയം സ്ഥാപിക്കാൻ ആദ്യഘട്ടമായി 1 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയോരത്ത് 20 ഏക്കറോളം വരുന്ന പുറമ്പോക്ക് ഭൂമിയാണ് പദ്ധതിക്കായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ 6 ഏക്കറിലാണ് ഗ്ലാസ് മ്യൂസിയം സ്ഥാപിക്കുക. പറയിപെറ്റ പന്തീരുകുലത്തിലെ ദൃശ്യാവിഷ്കാരവും നിളയുടെ ചരിത്രവും മടങ്ങുന്നതായിരിക്കും ഗ്ലാസ് മ്യൂസിയം. ആർക്കിടെക്ട് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് ഭാരതപ്പുഴയിൽ പാഴ്ചിബറ്റ് നിർമ്മിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ അലി അസ്കർ പാഷ അറിയിച്ചിരുന്നു. ഇവിടെ ഒരു 20 ഏക്കറിന്റെ ഒരു പ്രപ്പോസൽ, ഈ പുഴയിൽ 20 ഏക്കറിന്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്. 6 ഏക്കർ ഗ്ലാസ് മ്യൂസിയത്തിനും ബാക്കിയുള്ളത് ഒരു ഗ്രൗണ്ടിനും അതുപോലെ അവിടെ ഡെവലപ്പ് ചെയ്യാനും ഒരു പാത്ത് വേ ഉണ്ടാക്കാനും അതുപോലെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം കൂടിയായിട്ട് ഒരു ബൃഹത്തായ പദ്ധതിയാണ് MLA വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുള്ള സ്ഥലം സന്ദർശിച്ചാണ്. ഞാൻ വില്ലേജോട് സ്കെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MRSലൂടെ ഈ സ്ഥലത്തേക്കൊരു ആക്സസും അവിടെ തയ്യാറാക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ ഞങ്ങൾ അവിടെ ബണ്ട് കെട്ടാനും തീരുമാനിക്കുന്നുണ്ട്. ഏകദേശം 1 കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് മൂർച്ചയില്ലാത്ത ഒടിഞ്ഞു നുറങ്ങിയ ആയുധത്തിന്റെ അവസ്ഥയാണ് ഇന്ന് CPMന്റേതെന്ന് ഇടതുപക്ഷ ഏകോപന സമിതി നേതാവ് ഡോക്ടർ ആസാദ്. ഇതിനി രാഗിമിനിക്ക് പഴയ രീതിയിലാക്കാൻ കഴിയില്ല, പുതിയതൊന്ന് ഉണ്ടാക്കുക മാത്രമാണ് വഴിയെന്നും ഡോക്ടർ ആസാദ പറഞ്ഞു. ഷൊർണൂരിൽ ജനകീയ വികസന സമിതി സംഘടിപ്പിച്ച P. കൃഷ്ണപിള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MR മുരളി, M. നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പക്ഷേ ഇനി എത്ര ആകിയാലും ആ ആയുധത്തിന് മൂർച്ച കൂടൂല. കാരണം ആയുധം വളഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ട്. മുറിഞ്ഞു പോയ ആയുധം ഇനി മൂർച്ച കൂട്ടിയിട്ട് കാര്യമില്ല, പുതിയ ആയുധം ഉണ്ടാക്കിയേ പറ്റൂ. പുതിയ ആയുധമില്ലാതെ മുറിഞ്ഞു കിടക്കുന്ന 4 10 കഷ്ടമായി കിടക്കുന്ന ആയുധം ആരെങ്കിലും മൂർച്ച കൂട്ടൂ? വെറുതെ എന്തിനാണ് നമ്മൾ അരവും നമ്മുടെ സമയവും വെറുതെ കളയുന്നത്? തുടക്കത്തിൽ വിജയമാഷൊന്നും നോക്കി നടക്കുന്നില്ല. വിജയമാഷെ എന്താ പാർട്ടി പറഞ്ഞത്? പുരക്ക് മേലേക്ക് ചാഞ്ഞ മരമാണ്. പുരക്ക് മേലേക്ക് ചാഞ്ഞ മരമാണ്, പറ്റെന്ന് വെട്ടിക്കോ. വിജയമാഷെ വെട്ടിക്കോ എന്നാണ് പറഞ്ഞത്. വിജയമാഷെ അവർക്ക് വെട്ടേണ്ടി വന്നില്ല, മാഷ് കടന്നുപോയി. പക്ഷെ ചന്ദ്രശേഖരൻ അവർ വെട്ടിയല്ലോ. നമ്മൾ മറ്റു പലരെയും വെട്ടാൻ ക്ഷമിച്ചുകൊണ്ടിരുന്നല്ലോ. ഇടവേള. വാർത്തകൾ തുടരുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കിയ ഡിസ്ട്രിക്ട് പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് ആരോപിച്ചു. പുതിയ മാറ്റങ്ങൾ ഏർപ്പെടുത്തി ഗുണഭോക്താവിന് ചിലവ് വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾ ആണ് ഇവർ നടത്തുന്നതെന്നും ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് സ്കാനിങ്ങും പ്രിന്റിംഗും ഉൾപ്പെടെ 22 രൂപയാണ് ഈടാക്കുന്നത്. ഇതിൽ 10 രൂപ സർക്കാരിലേക്ക് അടയ്ക്കണം. ഇതിനു പുറമെ അപേക്ഷയുടെ പ്രിന്റൌട്ടിൽ സ്റ്റാമ്പ് ഒട്ടിക്കണമെന്ന വ്യവസ്ഥ ഗുണഭോക്താക്കളെ ചൂഷണം ചെയ്യാനാണെന്ന് IT എംപ്ലോയീസ് സെക്രട്ടറി ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷമായി ജില്ലയിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 23 സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങളിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചും സർവീസ് ചാർജുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ധാരാളം കിംവദന്തികൾ ജില്ലയിൽ പ്രചരിക്കുകയാണ്. സർവീസ് ചാർജ് ഇനത്തിൽ സർക്കാർ 15 രൂപയാണ് സാധാരണ ജനങ്ങളിൽ അടയ്ക്കൊണ്ടിരിക്കുന്നത്. 15 രൂപ, 10 രൂപ സർവീസ് ചാർജായും 5 രൂപ സ്റ്റാമ്പിന്. കഴിഞ്ഞ ദിവസമാണ് സാധാരണഗതിയിൽ എന്നു മുതൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള അപേക്ഷകൾ അക്ഷയയിൽ സ്വീകരിച്ചു തുടങ്ങിയോ അന്നു മുതൽ പ്രശ്നമാണ്. വില്ലേജ് ഓഫീസർമാരും അക്ഷയ കേന്ദ്രങ്ങളും തമ്മിൽ അനാവശ്യമായ പ്രശ്നം ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് ലഭിച്ചിരുന്ന സൗജന്യം ഇല്ലാതാക്കിയെന്നും ഇവർ പറയുന്നു. സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാക്കിയത് മുതൽ ഉദ്യോഗസ്ഥർ പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും ഭാരവാഹികളായ TP പ്രദീപ് കുമാർ, VT ശോഭന എന്നിവർ ഒറ്റപ്പാലത്ത് പറഞ്ഞു. മുണ്ടൂർ ചെർപ്പശ്ശേരി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നവീകരണ പ്രവൃത്തികളുടെ ആദ്യഘട്ടമായി കുളക്കാട് സെന്ററിൽ വീതികൂട്ടലും ഡ്രൈനേജ് നിർമ്മാണവുമാണ് നടക്കുന്നത്. മുണ്ടൂർ ചെർപ്പശ്ശേരി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയാണ് കുളക്കാട് സെന്റർ നവീകരിക്കുന്നത്. പാതയുടെ വീതി കുറവ് കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് കണക്കിലെടുത്താണ് പാതയുടെ കുളക്കാട് ഉൾപ്പെടുന്ന ഭാഗം വീതി കൂട്ടിയിരിക്കുന്നത്.
കൂടാതെ വർഷക്കാലമായാൽ കുളക്കാടൻ മലയിൽ നിന്നുമുണ്ടാകുന്ന ഉറവ പാതയിലൂടെ ഒഴുകി പാത പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു. ഇതു കാരണത്താലാണ് പാതയുടെ ഒരു വശത്ത് ഡ്രൈനേജ് നിർമ്മിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പാതയിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ വളവുകൾ ഉള്ള പ്രദേശം കൂടിയാണ് തിരുവാഴൂർ മുതൽ കുളക്കാട് വരെയുള്ള 3 കിലോമീറ്റർ പ്രദേശം. നിരവധി അപകടങ്ങളും അതിനോടനുബന്ധിച്ച് നിരവധി മരണങ്ങളും ഈ 3 കിലോമീറ്ററിനുള്ളിൽ നടന്നിട്ടുണ്ട്. മുണ്ടൂർ മുതൽ ചെർപ്പശ്ശേരി വരെയുള്ള പാതയുടെ കൊടും വളവുകൾ നിവർത്തുകയും കുത്തനെയുള്ള കയറ്റിറക്കങ്ങൾ ഇല്ലാതാക്കുകയുമാണ് പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ അടുത്ത ഘട്ടം എന്നോണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ മംഗലാകുന്ന് പോലുള്ള വീതി കുറഞ്ഞ കവലകളുടെ വികസനവും പാതയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കലും ഇതോടുകൂടി നടക്കും. മാത്രവുമല്ല, പാത വീതി കൂടുന്നതോടുകൂടി പാതയുടെ ഇരുവശത്തുമുള്ള വൻ മരങ്ങളും മുറിച്ചു മാറ്റേണ്ടി വരും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മാതൃ ശിശു കേന്ദ്രം തുറന്നുകൊടുത്തു. 1.5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം വീണ്ടും ഉദ്ഘാടനം ചെയ്താണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും വാർഡുകളാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ദന്ത നേത്ര രോഗങ്ങളുടെ OP ഒഴികെയുള്ള മുഴുവൻ OPകളും ഇനി മുതൽ പുതിയ കെട്ടിടത്തിലാണ്. അത്യാഹിത വിഭാഗം പഴയ കെട്ടിടത്തിൽ തുടരും. 1.5 വർഷം മുമ്പ് മന്ത്രിയായിരുന്ന PK ശ്രീമതി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വൈദ്യുതിയും ലഭിക്കാത്തതായിരുന്നു പ്രവർത്തനം ആരംഭിക്കാൻ താമസമായിരുന്നത്. 4 നിലകളിലുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുമുണ്ട്. 2ാമത്തെ നിലയിൽ പ്രസവ വാർഡ്, 3ാമത്തെ നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററും ICU സംവിധാനവും, 4ാം നിലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ആശുപത്രി മാറ്റിയത് ഒച്ചിഴയും വേഗത്തിലാണ്. M. ഹംസ MLA കെട്ടിടത്തിന്റെ 2ാമത്തെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഒറ്റപ്പാലത്ത് മഹാശോഭയാത്ര സംഘടിപ്പിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒറ്റപ്പാലം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിലെത്തി വൈകിട്ട് 3 മണിയോടെയാണ് മഹാശോഭയാത്രയായി നടത്തുക. വിവിധ സ്ഥലങ്ങളിൽ നിന്നും 18ഓളം വിഗ്രഹങ്ങൾ വഹിച്ചുള്ള രഥങ്ങൾ ക്ഷേത്രത്തിലെത്തും. പിന്നീട് പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ നിന്നുള്ള 18 അടി ഉയരമുള്ള ഗണപതി വിഗ്രഹത്തോടൊപ്പം ചേർന്ന് ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യാൻ മഹാശോഭയാത്രയായി പുറപ്പെടും. മായന്നൂർ കടവിലാണ് നിമജ്ജന ചടങ്ങ് നടക്കുക. തുടർന്ന് ഒറ്റപ്പാലം ടൗണിൽ പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിമജ്ജന ഘോഷയാത്ര 2:30 പുറപ്പെട്ട് ഒറ്റപ്പാലം ടൗണിൽ വിനായക നഗറിൽ പൊതുസമ്മേളനം നടത്തി വൈകിട്ട് 5 മണിക്ക് മായന്നൂർ കടവിലൂടെ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യും. വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം ഗണേശോത്സവ കമ്മിറ്റിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോർഡിനേറ്റർ P. അരവിന്ദൻ, P. ഹരിദാസ്, P. മനോഹരൻ, P. മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് ബുധനാഴ്ച നടക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി പാലപ്പുറം ശ്രീരാം ആഘോഷ കമ്മിറ്റി ഗണപതി വിഗ്രഹം മാരിയമ്മൻ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠിച്ചു. നിരവധി വിശ്വാസികൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. വള്ളുവനാട് സിഗ്നൽസിന്റെ പുതിയ നാടകം ചൊവ്വാഴ്ച ഒറ്റപ്പാലം മാമന്നൂരിൽ അവതരിപ്പിക്കും. മികച്ച നാടകത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹമായ ഉച്ചഭ്രാന്തൻ എന്ന നാടകത്തിന് ശേഷമാണ് പുതിയ നാടകം പുറത്തിറങ്ങുന്നതെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാഭാരതത്തിലെ കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള രാധേയനായ കർണൻ എന്ന പേരിലാണ് നാടകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹോദരനാണെന്ന കാര്യം അമ്മ പോലും മറച്ചുവെച്ച് അർജുനനെ വധിച്ചതിൽ വിഷാദിക്കുന്ന കർണനെയാണ് നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. എടപ്പാൾ കേന്ദ്രമായുള്ള വള്ളുവനാട് സിഗ്നൽസ് എന്ന നാടക ട്രൂപ്പിന്റെ 11ാമത് നാടകമാണ് രാധേയനായ കർണൻ. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം ചൊവ്വാഴ്ച മാമന്നൂരിലെ വായനശാലയിൽ വൈകിട്ട് 7-ന് ആദ്യം അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു ഉച്ചപ്രാന്തൻ. ഈ നാടകത്തിന് ശേഷം ഹേമന്ത്കുമാറും അഷ്റഫും രാജേശ്വരിയുടെ കൂട്ടുകെട്ടിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകമാണ് രാധേയനായ കർണൻ. 93 അവാർഡുകളും കഴിഞ്ഞ വർഷം പ്രാദേശിക ഉച്ചപ്രാന്തം കിട്ടി. സ്റ്റേറ്റ് അവാർഡും മികച്ച നാടകത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും ഉച്ചപ്രാന്തം കിട്ടിയതിനു ശേഷമാണ് ഈ നാടകം പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മാതാവ് അഷ്റഫ് മുഹമ്മദ്, കോർഡിനേറ്റർ പ്രദീപ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്യം നിന്നു പോകുന്ന കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയെ ഓർമ്മപ്പെടുത്തി കടമ്പഴിപ്പുറം വേട്ടേക്കരയിൽ നടന്ന കന്നുപൂട്ട് ആവേശമായി. കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന പ്രദേശത്തെ ഒരു കൂട്ടം കർഷകരാണ് യന്ത്ര സംസ്കാരത്തിനിടയിലും കന്നുപൂട്ടി കൃഷിയിറക്കാൻ മുന്നോട്ട് വന്നത്.
കന്നുകളെ കൊണ്ട് ഉഴുതും പച്ചിലത്തോലും ചാണകവും ചേർത്ത് നടത്തി വന്നിരുന്ന നെൽകൃഷി നാടിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ആ കൃഷിരീതിയെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കടമ്പഴിപ്പുറം വേട്ടേക്കരയിലെ ഒരു കൂട്ടം ഗ്രാമീണ കർഷകർ. ആനക്കിഴി ഗോപാലിന്റെ പാടശേഖരത്ത് 15 കന്നുകളെ പൂട്ടിയാണ് നെൽകൃഷിക്ക് പാടം ഒരുക്കിയത്. 15 കന്നുകൾ നുകം വെച്ച് ഒന്നിനു പിറകെ മറ്റൊന്നായി ഈ കർഷകന്റെ പാടത്തുകൂടി നീങ്ങിയപ്പോൾ മറഞ്ഞുപോയ പഴയകാലത്തിന്റെ പ്രതീതിയാണുണ്ടായത്. പരസ്പരം കൂട്ടുകന്നുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി കർഷകരുടെ ഒത്തൊരുമ ഇവിടെ പ്രകടമാകുന്നു. ആധുനിക യുഗത്തിൽ പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇവിടെ ദൃശ്യമായത്. കേവലം ഒരു കാർഷിക നേട്ടം എന്നതിലുപരി കർഷകർ തമ്മിൽ നിലനിന്നിരുന്ന സഹകരണത്തിന്റെയും ആത്മബന്ധത്തിന്റെയും വേറിട്ട കാഴ്ചകളാണ് ആനക്കിഴി ഗോപാലിന്റെ പാടശേഖരത്ത് അരങ്ങേറിയത്. പാരമ്പര്യ രീതിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഈ കാലഘട്ടത്തിലും ഇവിടുത്തെ ഗ്രാമീണ കർഷകർ തൽപരരാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പഴമയിലേക്കുള്ള ഈ തിരിച്ചുപോക്കിനിടയിൽ പ്രതിരോധ ശക്തിയുള്ളതും നല്ല വിളവ് ലഭിക്കുന്നതുമായ പഴയകാല നെൽവിത്തുകൾ ഇനി തിരിച്ചു കൊണ്ടുവരാനാകില്ല. വേട്ടേക്കരയിലെ നെൽകർഷകർ മാതൃകയാക്കി കാണിച്ചു തന്ന പാരമ്പര്യത്തിലേക്കുള്ള ഈ തിരിച്ചുപോക്ക് കാർഷിക സംസ്കൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഗതകാല സ്മരണകളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടിയെത്തുന്നു. ചൊവ്വാഴ്ച അത്തം. ഇനി മലയാളികൾ ഓണത്തിരക്കിലേക്ക്. മണ്ണാർക്കാട് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ തിരിച്ചു കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ ജനകീയ ചർച്ചയും ഒപ്പുശേഖരണവും നടത്തി. സർക്കാരും ചില രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഹരിത രാഷ്ട്രീയം ആത്മാർത്ഥമാണെങ്കിൽ എൻഡോസൾഫാന്റെ കാര്യത്തിലും നടപടി ഉണ്ടാവണമെന്ന് VS സുനിൽകുമാർ MLA. ഗ്ലാസ് മ്യൂസിയത്തോടെ നിളാതട പൈതൃക ടൂറിസം പദ്ധതിക്ക് തുടക്കമാവുന്നു. പദ്ധതി നടപ്പാക്കുന്നത് വെള്ളിയാങ്കല്ലിലെ 20 ഏക്കറോളം സ്ഥലത്ത്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെയും സഹായം തേടും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കിയ ഡിസ്ട്രിക്ട് പദ്ധതി ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ്. പുതിയ നിർദ്ദേശങ്ങൾ ഗുണഭോക്താവിന് കൂടുതൽ ചിലവ് ഉണ്ടാക്കുന്നതെന്നും ഭാരവാഹികൾ. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. റോഡ് വീതി കൂട്ടും, പ്രധാന ടൗണുകളും നവീകരിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.